ഹായ് ഹലോ വെൽക്കം ടു ക്യൂബിറ്റ് അക്കാഡമി. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം നിർമ്മലാ സീതാരാമൻ അല്ലേ, നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്ററാണ് ഇൻറ്ററിം ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന എന്താണ് ഇൻറ്ററിം ബഡ്ജറ്റും അതുപോലെ തന്നെ എന്താണ് യൂണിയൻ ബഡ്ജറ്റും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, സാധാരണ ഗവൺമെൻറ് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റും എന്നാൽ ഒരു ഇലക്ഷന് മുമ്പ് ഗവൺമെൻറ് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ നോക്കണം എന്താണ് ബഡ്ജറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താണ് ബഡ്ജറ്റ് എന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 112 ഇതിനെക്കുറിച്ച് പറയുന്നത്, ബഡ്ജറ്റിനെ കുറിച്ച് പറയുന്നത്. പക്ഷേ ശ്രദ്ധിക്കണം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും നമ്മൾ ഏത് വാക്ക് ഉപയോഗിക്കുന്നില്ല, ബഡ്ജറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ഏത്, ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, നമ്മൾ ഏത് വാക്കാണ് ഉപയോഗിക്കുന്നത്, ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള വാക്കാണ് എന്ത് ചെയ്യുന്നത് ഭരണഘടനയിൽ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എന്താണ് ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഇൻഡയറക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബഡ്ജറ്റ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് എന്താണ് ബഡ്ജറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അതായത് ബഡ്ജറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും അവതരിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റവന്യൂസ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ ദ ഫൈനാൻഷ്യൽ ഇയർ ദാറ്റ് ഈസ് ഓഫൻ മൂവ്ഡ് ബൈ ലെജിസ്ലേച്ചർ. അതായത് ഒരു വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ വരുമാനവും അതുപോലെ തന്നെ ചിലവുമാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുക ബഡ്ജറ്റിൽ അവതരിപ്പിക്കുക. കൂടാതെ ഇനി വരുന്ന വർഷം അഥവാ അപ്കമിങ് ഇയേഴ്സിൽ ഏതിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നു, എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ഏതൊക്കെ പുതിയ സ്കീമുകളാണ് ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എവിടെ അവതരിപ്പിക്കാറുള്ളത്, ബഡ്ജറ്റിൽ അവതരിപ്പിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റാം. ഓക്കെ, ഇത് ആരാണ് സാങ്ഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, പ്രസിഡൻ്റാണ് അഥവാ ദ ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കറിയാം ഇന്ത്യയിൽ നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെബ്രുവരി 1 നമ്മൾ എന്ത് ചെയ്യുന്നത് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, പ്രസിഡൻറ്റിൻ്റെ സ്പീച്ച് ഉണ്ടായിരിക്കും അല്ലേ. അതായത് ഇപ്പോൾ ഫെബ്രുവരി 1 നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ജാനുവരി 31 എന്ത് ചെയ്യും, ഇതിന് പ്രസിഡന്റ് സാങ്ഷൻ നൽകും. ഈ സാങ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോഷൻ ഓഫ് താങ്ക്സ്. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുക, മോഷൻ ഓഫ് താങ്ക്സ് എന്നുള്ള പേരിലാണ് വിളിക്കുക. ഈ മോഷൻ ഓഫ് താങ്ക്സോട് കൂടിയാണ് എന്തിനു തുടക്കം കുറിക്കുന്നത്, ഇന്ത്യയിലെ ബഡ്ജറ്റ് സെഷന് തുടക്കം കുറിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു വർഷം പ്രധാനമായിട്ടും 3 സെഷൻസ് ആണ് റൺ ചെയ്യുന്നത് അല്ലേ. ബഡ്ജറ്റ് സെഷൻ ഉണ്ട്, മൺസൂൺ സെഷൻ ഉണ്ട്, വിൻ്റർ സെഷൻ ഉണ്ട്. അതിൽ ഏകദേശം ഫെബ്രുവരി മാസം മുതൽ മെയ് മാസം വരെ നീണ്ടു നിൽക്കുന്നതാണ് ഏത് എന്ന് വിളിക്കുന്നത്, ബഡ്ജറ്റ് സെഷൻ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്നത്. ഓക്കെ, ഫെബ്രുവരി മുതൽ മെയ് വരെ നീണ്ടു നിൽക്കുന്നതാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, ബഡ്ജറ്റ് സെഷൻ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്നത്. ഇനി ഈ ബഡ്ജറ്റ് സെഷൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇന്ത്യൻ പാർലമെൻറ്റിലെ തന്നെ ലോങ്ങസ്റ്റ് സെഷൻ എന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്, ബഡ്ജറ്റ് സെഷനെ എന്ത് ചെയ്യുന്നുണ്ട് വിശേഷിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇന്ത്യൻ പാർലമെൻറ്റിലെ തന്നെ ലോങ്ങസ്റ്റ് സെഷൻ എന്നുള്ള പേരിലാണ് ഏതറിയപ്പെടുന്നത്, ബഡ്ജറ്റ് സെഷൻ അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഇന്ത്യൻ പാർലമെൻറ്റിലെ ക്രൂഷ്യൽ സെഷൻ എന്നുള്ള പേരിലും ഏതറിയപ്പെടുന്നുണ്ട്, ബഡ്ജറ്റ് സെഷൻ എന്ത് ചെയ്യുന്നുണ്ട് അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഞാൻ പറഞ്ഞു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 112 ബഡ്ജറ്റിനെ കുറിച്ച് പറയുന്നത്. അതിൽ ആർട്ടിക്കിൾ 112 ക്ലോസ് 1 എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എസ്റ്റിമേറ്റഡ് റെസീപ്റ്റ്സ് ആൻഡ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈസ് പ്രസൻറ്റഡ് ടു ദ പാർലമെൻറ്റ് എവറി ഇയർ. അതായത് എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെൻറ്റിൽ എന്ത് ചെയ്യണം, ആ ഒരു വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ വരവുകളും അതുപോലെ തന്നെ എന്താണ് ചിലവുകളും റവന്യൂസും എക്സ്പെൻഡിച്ചറും എന്ത് ചെയ്യണം അവതരിപ്പിക്കണമെന്നാണ് ഇതിൽ പറയുന്നത്, ആർട്ടിക്കിൾ 112 ക്ലോസ് 1 പറയുന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 112 ക്ലോസ് 2 എന്നാണ് പറയുന്നത്, പ്രൊവൈഡ്സ് ദാറ്റ് ദ എസ്റ്റിമേറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ എംബഡീഡ് ഇൻ ദി ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഷാൾ ഷോ സെപ്പറേറ്റ്ലി എന്നുള്ളതാണ്. അതായത് ഉദാഹരണമായിട്ട് ഗവൺമെൻറ് അറിയാം, ഗവൺമെൻറ് എന്ത് ചെയ്യും, ഗവൺമെൻറ്റിൻ്റെ വരവുകളും അതുപോലെ തന്നെ ചിലവുകളും എന്ത് ചെയ്യും ബഡ്ജറ്റിൽ അവതരിപ്പിക്കും. പക്ഷേ ഈ വരവുകളും ചിലവുകളും എന്ത് ചെയ്യണം സെപ്പറേറ്റ് ചെയ്ത് കാണിക്കണമെന്നും, അതായത് എന്താണ് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കണമെന്നും ഏതിൽ പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 112 ക്ലോസ് 2 പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ. അപ്പോൾ
ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 112 അഥവാ ആർട്ടിക്കിൾ 112 ഇതിനെക്കുറിച്ച് പറയുന്ന ബഡ്ജറ്റിനെ കുറിച്ച് പറയുന്നത്, അതായത് ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 112 ക്ലോസ് 1 എന്താണ് പറയുന്നത്, ഇന്ത്യൻ പാർലമെൻറ്റിന് മുമ്പ് എന്താ അവതരിപ്പിക്കണം, ഗവൺമെൻറ് എല്ലാ വർഷവും ഗവൺമെൻറ്റിൻ്റെ വരവും ചിലവും അവതരിപ്പിക്കണമെന്നും, ആൻഡ് ആർട്ടിക്കിൾ 112 ക്ലോസ് 2 പ്രകാരം എന്ത് ചെയ്യണം, ഇത് സെപ്പറേറ്റ് ചെയ്ത് അവതരിപ്പിക്കണമെന്നും എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ക്ലിയർ. ഇനി നമ്മൾ ബഡ്ജറ്റിലേക്ക് പോവുകയാണെങ്കിൽ പ്രധാനമായിട്ടും ബഡ്ജറ്റിൽ 2 മെയിൻ എലമെൻറ്റ്സ് ആണുള്ളത്. ഓക്കെ, ബഡ്ജറ്റിൽ പ്രധാനമായിട്ടും 2 മെയിൻ എലമെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് ബഡ്ജറ്റ് റെസീപ്റ്റ്സ്. ബഡ്ജറ്റ് റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ഗവൺമെൻറ്റിൻ്റെ വരുമാനമാണ് അല്ലേ, ഗവൺമെൻറ്റിൻ്റെ ഇൻകമാണ്. ഓക്കെ, രണ്ടാമത് എന്ന് വിളിക്കുന്നത് എന്താണ്, ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ. അതായത് എന്താണ്, ഗവൺമെൻറ് നേരിടുന്ന ചിലവാണ് ഏതെന്ന് വിളിക്കുന്നത്, ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ. ഇനി ബഡ്ജറ്റ് റെസീപ്റ്റ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ, ഓക്കെ, ബഡ്ജറ്റ് റെസീപ്റ്റ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ പ്രധാനമായിട്ടും 2 രീതിയിലാണ് ഗവൺമെൻറ് വരവുള്ളത്. ഒന്ന് ക്യാപിറ്റൽ റെസീപ്റ്റ്സും ഒന്ന് റവന്യൂ റെസീപ്റ്റ്സും. ഓക്കെ, ആദ്യത്തേതാണ് ഇത് ക്യാപിറ്റൽ റെസീപ്റ്റ്സ്. ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വരുന്ന വരുമാനത്തെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഉദാഹരണമായിട്ട് ഗവൺമെൻറ് പല സ്ഥാപനങ്ങൾ, റെയിൽവേ പോലുള്ള സ്ഥാപനങ്ങളൊക്കെ റൺ ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് വരുന്ന വരുമാനത്തെ നമുക്ക് എന്ത് പേര് വിളിക്കാം, ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ റവന്യൂ റെസീപ്റ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് ഗവൺമെൻറ്റിന് ടാക്സ് ആയിട്ട്, ഇപ്പോൾ ടാക്സ് ആയിട്ട് കിട്ടുകയെന്ന് പറഞ്ഞാൽ തന്നെ ഗവൺമെൻറ്റിന് 2 രീതിയിൽ ടാക്സ് വരുന്നുണ്ട്. ഫോർ ഫസ്റ്റ് വൺ ഡയറക്റ്റ് ടാക്സ്, അതുപോലെ തന്നെ എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഒന്നെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന വരുമാനമായിരിക്കാം. ഓക്കെ, ടാക്സിലൂടെ കിട്ടുന്ന വരുമാനത്തെ നമുക്ക് എന്ത് വിളിക്കാം, റവന്യൂ റെസീപ്റ്റ്സ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ എന്താണ് അല്ലാതെ കിട്ടുന്ന ചില വരുമാനമുണ്ട്, ഇപ്പോൾ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റുകളായിട്ടൊക്കെ കിട്ടുന്ന വരുമാനമുണ്ട്. ഇതിനൊക്കെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുന്നത്, റവന്യൂ റെസീപ്റ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഉദാഹരണമായിട്ട് എന്താണ് റവന്യൂ റെസീപ്റ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം, പലപ്പോഴും നമുക്ക് ഡൗട്ട് വരുന്നൊരു ഭാഗമാണ്, എന്താണ് റവന്യൂ റെസീപ്റ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, വേണമെങ്കിൽ നമുക്ക് പറയാം, റവന്യൂ റെസീപ്റ്റ്സ് ഇൻകോർപ്പറേറ്റഡ് the returns from taxes and different duties imposed by the center and the profit and interest it gets on its ventures. ഓക്കെ, ഇങ്ങനെ പല രീതിയിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാം, ഗവൺമെൻറ് ടാക്സ് നിന്ന് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ പല ഡിഫറെൻറ്റ് ഡ്യൂട്ടീസ് നിന്ന് കിട്ടുന്നതായിരിക്കാം. ഇതിനൊക്കെ നമുക്ക് എന്ത് വിളിക്കാം, റവന്യൂ റെസീപ്റ്റ്സ് എന്ന് വിളിക്കാം. ഇനി അതുപോലെ തന്നെ ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ എടുത്താലും അത് 2 രീതിയിലുണ്ട്. ഒന്നെന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിസിക്കൽ അസറ്റിനൊക്കെ വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ റെയിൽവേ അല്ലെങ്കിൽ റോഡ് വേസ്, ഇതിനൊക്കെ വേണ്ടി ചിലവാക്കുന്നതാണ് ഏത് എന്ന് വിളിക്കുന്നത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ ചിലവാക്കുന്ന, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ സാലറി പേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം, അതിനൊക്കെ വേണ്ടി ചിലവാക്കുന്നതാണ് ഇത് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ബഡ്ജറ്റിൻ്റെ അക്കൗണ്ടുകൾ എത്രയും തരംതിരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2ആയി തരംതിരിക്കാം. ഒന്നെന്താണ് ബഡ്ജറ്റ് റെസീപ്റ്റ്സും, രണ്ടാമതാണ് ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചറും. അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഇനി ബഡ്ജറ്റ് റെസീപ്റ്റ്സിൽ തന്നെ 2 ഉണ്ട്, ക്യാപിറ്റൽ റെസീപ്റ്റ്സും റവന്യൂ റെസീപ്റ്റ്സും.
ഇനി ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചറിലും രണ്ടെണ്ണം ഉണ്ട്. എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും. ക്ലിയർ? ആൻഡ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇൻറ്ററിം ബഡ്ജറ്റും അതുപോലെ തന്നെ യൂണിയൻ ബഡ്ജറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ഇൻറ്ററിം ബഡ്ജറ്റും അതുപോലെ തന്നെ എന്താണ് യൂണിയൻ ബഡ്ജറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഇൻറ്ററിം ബഡ്ജറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് മാസങ്ങൾക്ക് വേണ്ടി മാത്രം അവതരിപ്പിക്കുന്നതാണ് ഇത് ഇൻറ്ററിം ബഡ്ജറ്റ്. അതായത് ഫോർ എക്സാമ്പിൾ ഇലക്ഷന് മുമ്പ് അവതരിപ്പിക്കുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം ലോക്സഭ ഇലക്ഷൻ വരാൻ പോവാണ്. ആ ലോക്സഭ ഇലക്ഷന് മുമ്പ് എന്ത് ചെയ്യും? അവതരിപ്പിക്കും. പക്ഷെ നമുക്കറിയാം ഇനി ഗവൺമെൻറ് അധികകാലം അല്ല, ഇപ്പോഴുള്ള ഗവൺമെൻറ് അധികകാലം കണ്ടിന്യൂ ചെയ്യില്ല. കാരണം എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യില്ല എന്നല്ല, അവരുടെ കാലാവധി കഴിയാനായി, 5 years ടേം കഴിയാനായി. അപ്പോൾ പുതിയ ഇലക്ഷനെ നേരിടണം. ആ ഇലക്ഷൻ വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഏതിൽ പറയുക? ഇൻറ്ററിം ബഡ്ജറ്റിൽ പറയുക. അതായത് വളരെ കുറച്ച് മാസത്തേക്ക് മാത്രം അവതരിപ്പിക്കുന്നതാണ് ഏത്? ഇൻറ്ററിം ബഡ്ജറ്റ്. അതേസമയം യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ആ സമയത്ത് ഇലക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഒരു എൻറ്റയർ ഇയറിലേക്ക്, എൻറ്റയർ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോർ എക്സാമ്പിൾ നമുക്കറിയാം നമ്മളൊരു ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ April 1 തുടങ്ങി March 31 അവസാനിക്കുന്നതാണ് അല്ലേ? ഒരു വർഷം ഏപ്രിൽ തുടങ്ങി അടുത്ത വർഷം March 31 അവസാനിപ്പിക്കുന്നതാണ് ഇന്ത്യയുടെ ഫൈനാൻഷ്യൽ ഇയർ. ഈ ഫൈനാൻഷ്യൽ ഇയറിലേക്ക് അവതരിപ്പിക്കുന്നതാണ് ഏത് എന്ന് വിളിക്കുന്നത്? യൂണിയൻ ബഡ്ജറ്റ്. ഓക്കെ, ഈ ഫൈനാൻഷ്യൽ ഇയറിലേക്ക് അവതരിപ്പിക്കുന്നതാണ് ഏത്? യൂണിയൻ ബഡ്ജറ്റ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. അതേസമയം ഇൻറ്ററിം ബഡ്ജറ്റ് എന്നല്ല, മാൻഡേറ്ററി അല്ല എന്നുണ്ടെങ്കിൽ യൂണിയൻ ബഡ്ജറ്റ് എന്താണ്? മാൻഡേറ്ററി ആണ് എന്നുള്ളതാണ്. ഇതാണ് പ്രധാനപ്പെട്ട ഇൻറ്ററിം ബഡ്ജറ്റും അതുപോലെ തന്നെ എന്താണ് യൂണിയൻ ബഡ്ജറ്റും തമ്മിലുള്ള എന്താണ് ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻറ്ററിം ബഡ്ജറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻസിന് മുമ്പ് അവതരിപ്പിക്കുന്ന. യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഫൈനാൻഷ്യൽ ഇയറിലേക്ക് പൂർണ്ണമായിട്ടും അവതരിപ്പിക്കുന്നതാണ് ഏത്? യൂണിയൻ ബഡ്ജറ്റ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട എന്ത് ചെയ്യാം? ഡിഫറൻസസിലേക്ക് പോകാം. ഇൻറ്ററിം ബഡ്ജറ്റിൻ്റെയും അതുപോലെ തന്നെ എന്താണ് യൂണിയൻ ബഡ്ജറ്റിൻ്റെയും പ്രധാനപ്പെട്ട ഡിഫറൻസിലേക്കാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പോകുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്ന ഏതാണ്? ആദ്യത്തെ ടേബിൾ തന്നിരിക്കുന്ന ഏതാണ്? ഇൻറ്ററിം ബഡ്ജറ്റാണ്. നോക്കാം എന്താണ് ഇൻറ്ററിം ബഡ്ജറ്റ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ ഇൻറ്ററിം ബഡ്ജറ്റ് ഈസ് എ ബഡ്ജറ്റ് പ്രസൻറ്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ജസ്റ്റ് ബിഫോർ ദി ജനറൽ ഇലക്ഷൻസ്. അതായത് എന്താണ്? ജനറൽ ഇലക്ഷൻസിന് മുൻപ് അവതരിപ്പിക്കുന്നതാണ് ഏത് എന്ന് വിളിക്കുന്നത്? ഇൻറ്ററിം ബഡ്ജറ്റ്, അഥവാ മലയാളത്തിൽ ഇടക്കാല ബഡ്ജറ്റ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്ന. അതേസമയം എന്താണ് യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതൊരു ആനുവൽ ബഡ്ജറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാർലമെൻറ്റിൽ നമ്മൾ പാസ്സാക്കുന്ന April 1 മുതൽ March 31 വരെ ഒരു സാമ്പത്തിക വർഷത്തേക്കുള്ളതാണ് ഏത് എന്ന് വിളിക്കുന്നത്? ആനുവൽ ബഡ്ജറ്റ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻറ്ററിം ബഡ്ജറ്റ് എന്ന് പറയുന്നത് വോട്ട് ഓൺ ദി അക്കൗണ്ട് ഈസ് പാസ്ഡ് ബൈ വിത്തൗട്ട് ഡിസ്കഷൻ ഇൻ ലോക്സഭ. അതായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ ഇൻറ്ററിം ബഡ്ജറ്റ് യാതൊരു തരത്തിലും ലോകസഭയിൽ യാതൊരു തരത്തിലും ഡിസ്കഷൻസ് ഇല്ലാതെയാണ് പാസ്സാക്കുക. കാരണം എന്താണ്? നമുക്കറിയാം ഇത് കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വരികയാണ്? ഇലക്ഷൻസ് വരാൻ പോവുകയാണ്. ഇലക്ഷൻസ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വീണ്ടും പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഇത് യാതൊരു തരത്തിലും എന്താണ് ഡിസ്കഷൻസ് ഇല്ലാതെയാണ് എന്ത് ചെയ്യുക? ലോകസഭയിൽ പാസ്സാക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ് ആണെങ്കിൽ എന്താണ്? ദ യൂണിയൻ ബഡ്ജറ്റ് ഈസ് പാസ്ഡ് ആഫ്റ്റർ ദി കംപ്ലീറ്റ് ഡിസ്കഷൻസ് ഇൻ ലോകസഭ. അതുപോലെ തന്നെ എന്താണ് ലോകസഭയിൽ കംപ്ലീറ്റ് ഡിസ്കഷൻ ചെയ്ത ശേഷമാണ് ഏത് പാസ്സാക്കുക? യൂണിയൻ ബഡ്ജറ്റ് പാസ്സാക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഇൻറ്ററിം ബഡ്ജറ്റും അതുപോലെ തന്നെ യൂണിയൻ ബഡ്ജറ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇൻ ദ ഇൻറ്ററിം ബഡ്ജറ്റ് the income and expenses of the previous year will be mentioned. It also mentioned the expenses for the few months till the charge taken over by the next government. However, most importantly, the sources of income will not be detailed in the interim budget. അതാണ് പ്രധാനപ്പെട്ട ഡിഫറൻസ്. അതായത് നമ്മുടെ ഇൻറ്ററിം ബഡ്ജറ്റിൽ മുൻവർഷത്തെ വരുമാനവും അതുപോലെ തന്നെ ചിലവും എന്ത് ചെയ്യും? പരാമർശിക്കും. അതുപോലെ അടുത്ത ഗവൺമെൻറ്, അതായത് ഇലക്ഷൻസ് കഴിഞ്ഞ് വരുന്ന അടുത്ത ഗവൺമെൻറ് ചാർജ് എടുക്കുന്നത് വരെയുള്ള ഏതാനും മാസത്തെ ചിലവുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഇതിൽ പരാമർശിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഏതൊക്കെ സോഴ്സസിൽ നിന്നാണ് ഗവൺമെൻറ് ഇൻകം കിട്ടുക? അതായത് ഇപ്പോൾ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ പറയണം അടുത്ത കൊല്ലം നമുക്ക് ഇന്ന സോഴ്സസിൽ നിന്നൊക്കെ എന്ത് ചെയ്യും?
ഇൻകം കിട്ടുമെന്ന് പറയണം അല്ലേ? അത് പറയാൻ ഫൈനാൻസ് മിനിസ്റ്റർ ബാധ്യസ്ഥനാണ്. പക്ഷേ ഇൻട്രീം ബഡ്ജറ്റിൽ എന്തിൻ്റെ ആവശ്യമില്ല? അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ആ ഇൻകം സോഴ്സ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ യൂണിയൻ ബഡ്ജറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ യൂണിയൻ ബഡ്ജറ്റിൽ പ്രധാനമായിട്ടും 2 ഡിഫറെൻറ്റ് പാർട്സുകളാണുള്ളത്. അതായത് വൺ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഈസ് റിലേറ്റഡ് ടു ദി എക്സ്പെൻസസ് ആൻഡ് ഇൻകം ഓഫ് ദി പ്രീവിയസ് ഇയർ. അതായത് എന്താണ്? യൂണിയൻ ബഡ്ജറ്റിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? പ്രീവിയസ് ഇയറിലെ എക്സ്പെൻസസ് അതുപോലെ തന്നെ ഇൻകം എന്നതിനെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗവും, ആൻഡ് അതർ പാർട്ട് ഈസ് ദ പ്ലാൻ ഓഫ് ദി ഗവൺമെൻറ് ടു റൈസ് ദ ഫണ്ട് ത്രൂ ദ ടേക്കിംഗ് വേരിയസ് മെഷേഴ്സ് ആൻഡ് ഹൗ വുഡ് ബി യൂട്ടിലൈസ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി നേഷൻ. അതുപോലെ തന്നെ എന്താണ്? രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് വരുന്ന അപ്കമിങ് ഇയറിൽ ഗവൺമെൻറ് ഏതൊക്കെ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റുകൾ എന്ത് ചെയ്യുന്നു, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ, യൂണിയൻ ബഡ്ജറ്റിൽ എന്ത് ചെയ്യണം? ഗവൺമെൻറ് കൃത്യമായി പറഞ്ഞിരിക്കണം ഇനി വരുന്ന അപ്കമിങ് ഇയറിൽ ഏതൊക്കെ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റുകളാണ് ഗവൺമെൻറ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ നമുക്കറിയാം, റെയിൽവേക്ക് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ നമ്മൾ പല ബഡ്ജറ്റുകളായി കേൾക്കുന്നൊരു വാക്കാണ് പ്രധാനമന്ത്രി ഗതിശക്തി പ്രോഗ്രാം അല്ലേ? അപ്പോൾ അത്തരം പദ്ധതികളൊക്കെ എന്ത് ചെയ്യണം? യൂണിയൻ ബഡ്ജറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. അതായത് ഒന്നാമത്തെ ഭാഗത്തിൽ പ്രീവിയസ് ഇയറിലെ എക്സ്പെൻസസിനെ കുറിച്ചും ഇൻകത്തെക്കുറിച്ചും പറയുമ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ എന്ത് ചെയ്യണം? ഏതൊക്കെ പദ്ധതികളാണ് ഗവൺമെൻറ് കൊണ്ടുവരുന്നത് എന്നും അതുപോലെ തന്നെ ഏതൊക്കെ നടപടികളിലൂടെയാണ് ഇൻകം വരിക, ഓക്കെ, ഏതൊക്കെ സോഴ്സസിലൂടെയാണ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നും ഏതിൽ പറഞ്ഞിരിക്കണം? യൂണിയൻ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കണം എന്നുള്ള കാര്യം എന്താണ്? നിർബന്ധമാണ് എന്നുള്ളതാണ്. ക്ലിയർ? പിന്നെ വരുന്നൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രീം ബഡ്ജറ്റ് ഡ്യൂറിംഗ് ദ ഇലക്ഷൻസ് ഇയർ ഫോർ എ ഡ്യൂറേഷൻ ഓഫ് അപ്രോക്സിമേറ്റ്ലി 2 to 4 months ഓഫ് ദി ഫിസിക്കൽ ഇയർ. അതായത് എന്താണ്? ഏകദേശം 2 മാസം മുതൽ 4 മാസം വരെ നീണ്ടു നിൽക്കുന്നതാണ് ഏത് എന്ന് വിളിക്കുന്നത്? ഇൻട്രീം ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എൻറ്റയർ ഫിസിക്കൽ ഇയറിലേക്കുള്ളതാണ്. ഓക്കെ, ഒരു എൻറ്റയർ ഫിസിക്കൽ ഇയറിലേക്കുള്ളതാണ് ഏത്? യൂണിയൻ ബഡ്ജറ്റ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഇൻട്രീം ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെറും സമ്മറി മാത്രമാണ്. ഏതിൻ്റെ? എക്സ്പെൻസസിൻ്റെയും ഇൻകത്തിൻ്റെയും. പ്രീവിയസ് ഇയറിലെ എക്സ്പെൻസസിൻ്റെയും ഇൻകത്തിൻ്റെയും ഒരു സമ്മറി മാത്രമാണ് ഇൻട്രീം ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹാവ് ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഓഫ് ദി പ്രീവിയസ് ഇയർ വുഡ് ബി പ്രൊവൈഡഡ് ഇൻ ഡീറ്റെയിൽ. അതായത് എന്ത് ചെയ്യും? ഇതിലൊന്നും കൂടി ഡീറ്റെയിൽ മാനറിൽ എന്തുണ്ടാവും? യൂണിയൻ ബഡ്ജറ്റിൽ കൊടുത്തിരിക്കും, വളരെ വിശദമായി തന്നെ കൊടുത്തിരിക്കും. ആൻഡ് ദ ഇൻറ്ററിം ബഡ്ജറ്റ് വിൽ നോട്ട് ഹാവ് ദി കോമ്പോണൻറ്റ് ഓഫ് ഇൻകം ത്രൂ ദി കളക്ഷൻ ഓഫ് ടാക്സസ്. അതായത് എന്താണ്? നമ്മളൊരു ഇൻട്രീം ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഈ നികുതി പിരിവിലൂടെയുള്ള വരുമാനത്തിൻ്റെ ഘടകം എന്ത് ചെയ്യുന്നില്ല, ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അതേസമയം യൂണിയൻ ബഡ്ജറ്റ് ആണെങ്കിൽ എന്താണ്? വിൽ ഹാവ് എ കോമ്പോണൻറ്റ് ഓൺ സ്പെൻഡിങ് ഫണ്ട്സ് ഫോർ ദി വേരിയസ് സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി ആൻഡ് ഡിസ്ക്രൈബ് ദ വേ ഓഫ് റൈസിങ് ഫണ്ട്സ് ടു ടാക്സസ്. അതുപോലെ തന്നെ എന്താണ്? യൂണിയൻ ബഡ്ജറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും? അതിൽ ഏതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊക്കെ പ്രൊജക്റ്റുകൾ ഗവൺമെൻറ് ചിലവാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ പ്രൊജക്റ്റിന് മേലെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, റെയിൽവേക്ക് എത്രയാണ് കൊടുക്കുന്നത്, റെയിൽവേയിൽ കൊണ്ടുവരുന്ന പ്രൊജക്റ്റുകൾ എങ്ങനെയൊക്കെയാണ്, അതുപോലെ തന്നെ നാഷണൽ ഹൈവേസിൽ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നാഷണൽ ഹൈവേസ് എത്രയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഡെവലപ്മെൻറ്റാണ് കൊണ്ടുവരുന്നത്, അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ട്, സാമൂഹിക ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഏതൊക്കെ സ്കീമുകളാണ് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നൊക്കെ യൂണിയൻ ബഡ്ജറ്റിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കണം. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും ഏതിൽ പറയില്ല? ഇൻട്രീം ബഡ്ജറ്റിൽ പറയില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഇൻട്രീം ബഡ്ജറ്റും അതുപോലെ തന്നെ യൂണിയൻ ബഡ്ജറ്റും തമ്മിലൊരു ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കും, ഇൻട്രീം ബഡ്ജറ്റിൽ നിന്ന് നമ്മുടെ എക്സാമുകൾക്ക് ചോദ്യം വരാനുള്ളൊരു സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രം മൈ പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങൾ ഇൻട്രീം ബഡ്ജറ്റ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മുടെ പല എക്സാമുകളും വരുന്നത് ഇലക്ഷൻസിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഇൻട്രീം ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏകദേശം 2 മുതൽ 4 മാസം വരെ നീണ്ടു നിൽക്കുന്നതായതുകൊണ്ട് അതിലെ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ട? വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, പക്ഷേ യൂണിയൻ ബഡ്ജറ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യൂണിയൻ ബഡ്ജറ്റിലെ കാര്യങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം? പഠിച്ച് വെച്ചിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇൻട്രീം ബഡ്ജറ്റിൻ്റെ ഒരു ഇപ്രാവശ്യത്തെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ബഡ്ജറ്റിൽ നിന്നും വലിയ വ്യത്യാസങ്ങളൊന്നും എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ടാക്സിൻ്റെ സ്ലാബൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതേ കാര്യം തന്നെയാണ് ഇപ്രാവശ്യവും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വളരെ വലിയ രീതിയിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നത്
നിങ്ങൾ ഇൻട്രീം ബഡ്ജറ്റ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന സ്കീമുകൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അധിക സമയം നിങ്ങൾ എന്ത് ചെയ്യരുത്, വേസ്റ്റ് ചെയ്ത്. കാരണം ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം നോക്കി വെക്കണം, എന്താണ് ഇൻട്രീം ബഡ്ജറ്റും അതുപോലെ തന്നെ എന്താണ് യൂണിയൻ ബഡ്ജറ്റും തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കി വെക്കണം. അതുപോലെ തന്നെ എന്താണ് ഇന്ത്യൻ പാർലമെൻറ്റിലെ ബഡ്ജറ്റ് സെഷനെ കുറിച്ച് എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യാനുള്ള ഈ ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള. താങ്ക് യു.